എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. തക്കാളിയും സവോളയും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് കേടാകാതെ ഇരിക്കും. കറിക്ക് വേണ്ടിയിട്ട് 2 സവോള വളരെ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ കൂടുതൽ എടുക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 5-6 ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവോള വളരെ എളുപ്പം നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് സവോള മാത്രമായിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. സവോള ഒന്ന് വഴന്നു വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവോള ഇവിടെ ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ വഴറ്റുമ്പോൾ ഒരുപാട് വഴറ്റി കളർ മാറ്റേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ ബാക്കി ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നതിന് ശേഷമേ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എണ്ണ മൂത്ത സമയത്ത് കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഈ കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടും. സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി, ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടി മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് മൂത്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണിത്. എത്ര സവോള എടുക്കുന്നുണ്ട് അത്രയും തന്നെ അളവിൽ തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ ചെയ്യുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം ഇത് കേടാകാതെ സൂക്ഷിക്കാം. ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഈ കറിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കറി റെഡിയായതിനു ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.